സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകൾ ഇന്ത്യയിൽ അത്ര പോപ്പുലർ അല്ലാത്തത് ചിലപ്പോൾ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലുമായിട്ട് ഈ ഒരു വാഹനം മാച്ച് ആകാത്തതുകൊണ്ടായിരിക്കണം. എന്നാൽ ടാറ്റ, മഹീന്ദ്ര പോലുള്ള ബ്രാൻഡുകൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഒരു പിക്കപ്പ് ട്രക്കുകൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ അത് കാലത്തിന് മുന്നേ സഞ്ചരിച്ചവ ആയതുകൊണ്ടായിരിക്കണം അത്ര പോപ്പുലർ അല്ലാതായി. എന്നാൽ ഇന്ത്യയിലേക്ക് ഒരു ബ്രാൻഡ് വരികയുണ്ടായി. ആ ഒരു ബ്രാൻഡ് പിക്കപ്പ് ട്രക്കുകൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഇസൂസു ഡിമാക്സ് ആണ്. സത്യത്തിൽ ഇസൂസിന് ഈ ഒരു പിക്കപ്പ് ട്രക്ക് മാത്രമേ ഉള്ളൂ ലൈനിലുള്ളത്. എന്നാൽ ഒരു ചെറിയ SUV കൂടെ ഉണ്ട്. അതത്ര സെയിൽസ് വോളിയം ഒന്നും ബിൽഡ് ചെയ്യുന്നില്ല. അവർ ഏറ്റവും കൂടുതൽ സെയിൽസ് വോളിയം ബിൽഡ് ചെയ്യുന്നത് ഈ ഒരു പിക്കപ്പ് ട്രക്കിൻ്റെ ഈ ഒരു മോഡലിൽ കൂടെയാണ്. അതുപോലെ തന്നെ ഹൈലക്സ് വന്നതിന് ശേഷമാണ് ഈ ഒരു പിക്കപ്പ് ട്രക്കുകൾ കുറച്ചുകൂടി പോപ്പുലറായി നാം കാണാൻ തുടങ്ങിയത്. ആൻഡ് ഈ ഒരു പിക്കപ്പ് ട്രക്കിൻ്റെ ലൈഫ് സ്റ്റൈൽ ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. വെൽക്കം ടു ടർബോ ഡ്രൈവ്. 5 മീറ്ററിലേറെ നീളം ഉള്ള ഒരു വണ്ടിയാണിത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു വാഹനം കൂടിയാണ്. വീൽ ബേസ് എന്ന് പറയുന്നത് 3 മീറ്ററിലേറെയാണ്. അതായത് നമ്മുടെ ഒരു ചെറിയ കോമ്പാക്ട് SUVയുടെ സൈസാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. ഇത് ലാഡർ ഓൺ ഫ്രെയിം ഷാസിയിൽ വരുന്ന ഒരു മോഡലാണ്. ആൻഡ് ഇങ്ങനത്തെ വാഹനങ്ങളെല്ലാം ആ ഒരു ഫ്രെയിമിൽ തന്നെയായിരിക്കും ബിൽഡ് ചെയ്യുക. ഇതിൻ്റെ പർപ്പസ് അതിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ്. ആൻഡ് ഇത് ടൗണിൽ കൂടെ ഒക്കെ ആണെങ്കിലും കൊണ്ടു നടക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടില്ല, ഓടിച്ചുകൊണ്ട് പോകാനായിട്ട്. പക്ഷേ ഈ ഒരു ലെങ്ത് വെച്ചിട്ട് പാർക്കിംഗ് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കുഴിയുള്ള റോഡിൽ കൂടെ ഒക്കെ ഈ ഒരു വാഹനം പോവുകയാണെങ്കിൽ ബാക്കിലത്തെ ഈ ഒരു ലോഡിംഗ് ബേ ഈ ഒരു ഫ്രണ്ടിലെ ക്യാബിന് തമ്മിൽ ഒരു മിസ്മാച്ച് നമുക്ക് കാണാൻ കഴിയും. ബിക്കോസ് ക്യാബിനും ഈ ഒരു ലോഡിംഗ് ബേയും രണ്ട് രീതിയിലാണ് അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് വാഹനം ഓടിക്കുന്ന സമയത്തും ആ ഒരു വേരിയേഷൻ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു ലോഡിംഗ് ബേ എന്ന് പറയുന്നത് അത്യാവശ്യം യൂസബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ബൈക്സോ അല്ലെങ്കിൽ സൈക്കിൾസോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ ഒന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു ബേ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലോഡിംഗ് കപ്പാസിറ്റിയും ഈ ഒരു വാഹനത്തിനുണ്ട്. 15 വീൽസാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് ഹൈവേ ടയേഴ്സാണ്. ഈ ഒരു വാഹനം 4x4 ഓഫ് റോഡ് സെൻട്രിക് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. പക്ഷേ ഇപ്പോഴും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു ഓഫ് റോഡ് സെൻട്രിക് ടയേഴ്സ് കൊടുക്കാമായിരുന്നു തോന്നി. ഈ ഒരു വാഹനം ഓൺ റോഡ്, ഇത് ടോപ്പ് എൻഡ് വേരിയൻ്റാണ്. ഇസഡ് പ്രസ്റ്റീജ് എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. ഇത് ടോപ്പ് എൻഡ് ഓൺ റോഡ് വരുമ്പോഴത്തേന് ഏകദേശം 33 മുതൽ 35 ലക്ഷം രൂപ ഓൺ റോഡ് വരും. അത്രയും വില കൊടുക്കുന്ന ഒരു വാഹനത്തിന് ഒരു ഓഫ് റോഡ് സെൻട്രിക് ടയർ കൂടി കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. 2 ടണ്ണിന് മേളിൽ വെയിറ്റ് ഉള്ള ഒരു വാഹനം കൂടിയാണ് ഇസൂസുവിൻ്റെ ഈ ഒരു പിക്കപ്പ് ട്രക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മും മാത്രമാണ് വന്നിരിക്കുന്നത്. എന്നാൽ ബൈക്കിലൂടെ ഡിസ്ക് ബ്രേക്ക് ആയിരുന്നെങ്കിൽ ബ്രേക്കിംഗ് ഫീൽ കുറച്ചുകൂടി ബെറ്റർ ആയേനേം. എന്നാൽ അത്ര ഒരു ഫീൽ ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ നിലവിൽ കിട്ടുന്നില്ല. ആൻഡ് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനമാണ്. ഓഫ് കോഴ്സ് ഇതൊരു 4x4 ഓഫ് റോഡ് കേപ്പബിലിറ്റി ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ റോഡ് ഇല്ലെങ്കിലും റോഡ് വെട്ടിത്തെളിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു വാഹനം കൂടിയാണ് ഈ ഒരു വാഹനം. സൈഡ് സ്റ്റെപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ആൻഡ് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്തും വാഹനത്തിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ഈ ഒരു സൈഡ് സ്റ്റെപ്പ് വളരെയധികം ഉപകരിക്കുന്നുണ്ട്. അതിന് റൂഫ് റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു SUV സ്റ്റാൻസും ഈ ഒരു വാഹനത്തിന് ആഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഫീച്ചേഴ്സിനൊക്കെ സാധിക്കുന്നുണ്ട്. കംഫർട്ട് വൈസ് നോക്കുകയാണെങ്കിൽ അത്ര കംഫർട്ട് പറയാനായിട്ടില്ല, ഓക്കെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ സസ്പെൻഷൻ്റെ ഒരു കംഫർട്ട് കിട്ടും. ബൈക്കിൽ ലീഫ് സ്പ്രിങ് ആയതുകൊണ്ട് ബൈക്കിലിരിക്കുന്ന ആൾക്കാർക്ക് അത്രയധികം ആ ഒരു കംഫർട്ട് കിട്ടില്ല. സീറ്റിംഗ് പൊസിഷൻ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബൈക്കിൽ അത്യാവശ്യം കുടുക്കവും ഉണ്ട്, റിക്ലൈൻ ആംഗിളൊന്നും കിട്ടില്ല. കൂടാതെ ബൈക്കിൽ ചാട്ടവും കൂടുതലാണ്. സ്റ്റിയറിംഗ് അത്യാവശ്യം ഹെവിയാണ്, ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്. ഒരു ഇലക്ട്രോണിക് പവേർഡ് സ്റ്റിയറിംഗ് ഓടിച്ചിട്ട് ഈ ഒരു സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഹെവിയാണ്. നമ്മൾ സിംഗിൾ ഹാൻഡായിട്ടൊന്നും ടേണിങ്ങോ അല്ലെങ്കിൽ കർവ്സ് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ആൻഡ് ഇതിൻ്റെ ആ ഒരു റോഡ് പ്രസൻസ് എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ്. എല്ലാവരും ഈ ഒരു വാഹനത്തിനെ നോക്കും. എനിക്ക് എസ്പെഷ്യലി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കുറച്ചുകൂടി അപ്പീലിംഗ് ആയിട്ട് തോന്നിയത് ബാക്ക് ഭാഗത്തിനേക്കാളും. ഇതിൽ ക്രോം എലമെൻറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ എലമെൻറ്റ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും. അതുകൊണ്ട് തന്നെ ആ ഒരു റോഡ് പ്രസൻസ് ഭയങ്കരമാണ്. ആൻഡ് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല വലിപ്പമുള്ള വാഹനം ആയതുകൊണ്ട് നമ്മളൊരു കമാൻഡിങ് പൊസിഷനിൽ ഇരുന്ന് ഓടിക്കുന്ന ആ ഒരു ഫീലും ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. 5 മീറ്ററിൽ കൂടുതൽ നീളമുള്ള വാഹനമായതുകൊണ്ട് തന്നെ ഇത് പാർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ചെറിയ ടൈറ്റ് സ്പേസിലൊക്കെ പോയാലും ഇതിൻ്റെ ലെങ്ത് ചില സമയത്ത് നമുക്ക് ജഡ്ജ് ചെയ്യേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. ആ സമയത്ത് ഒരു 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ അല്ലെങ്കിൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് പോലുള്ള കാര്യങ്ങൾ ഇത്രയും വലിപ്പമുള്ളൊരു വാഹനത്തിന് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. എൻ്റെ പ്രൈസ് പോയിന്റ് നോക്കുമ്പോഴും അതുകൂടെ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. ആൻഡ് സീറ്റ് വെന്റിലേഷൻ പോലുള്ള കാര്യങ്ങളില്ല.
അങ്ങനെയുള്ള കുറച്ചധികം ഫീച്ചേഴ്സിൽ കുറച്ചധികം ബൈക്കിലാണ് ഈ ഒരു വാഹനം ഈ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ. എന്നാൽ നിലവിലെ 2024 അപ്ഡേറ്റിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും പാർക്കിംഗ് സെൻസേഴ്സും വരുന്നുണ്ട്. ചില സമയത്ത് ബൈക്ക് ആ ഒരു ടെയിൽ ലാമ്പ് ചെറിയ ടൈറ്റ് സ്പേസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് തട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് വരും. ചില സമയത്ത് ഇറങ്ങി നോക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ക്യാമറ അല്ലെങ്കിൽ 360 ഡിഗ്രി ക്യാമറ, പാർക്കിംഗ് സെൻസേഴ്സ് പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. ആൻഡ് ക്രൂയിസ് കൺട്രോൾ കൊടുത്തിരിക്കുന്നതും അത്യാവശ്യം നല്ല ഒരു ഗുഡ് ഫീച്ചറാണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിങ് AC വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കൂളിംഗ് തരുന്ന AC ആണ്. D-Max ആദ്യം ഇന്ത്യയിൽ അവതരിപ്പിച്ചപ്പോൾ ഒരു 2.5 ലിറ്റർ ഡീസൽ എഞ്ചിനായിരുന്നു. എന്നാൽ BS6 എമിഷൻ ഭാഗമായിട്ട് 1.9 ലിറ്റർ ടർബോ എഞ്ചിനായിട്ട് മാറ്റിയിട്ടുണ്ട്. 163 HP പവറും 360 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. ബട്ട് ആ ഒരു ട്രാൻസ്മിഷൻ ആണെങ്കിൽ പോലും ഒരു ലാഗ് ചില സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഗിയർ മാറുന്നതിൻ്റെ അനുസരിച്ച്. അത് വാഹനം ചില സമയത്ത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണെന്നുള്ള രീതിയിലുള്ള ഒരു തോട്ട് നമുക്ക് വരുന്നുണ്ട്. ഗിയർ മാറാനായിട്ട് ചെറിയൊരു ലാഗ് ഉണ്ട്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടൊരു എഞ്ചിനാണ്. ഹൈവേസിലൊക്കെ നല്ല രീതിയിൽ പുഷ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇത് പുഷ് ചെയ്യുന്നതിന് ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് ഉള്ളതുകൊണ്ട് അത്ര പുഷ് ചെയ്താൽ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടില്ല. വാഹനം നമ്മളെ വാൺ ചെയ്യുമ്പോഴാണ് സ്പീഡ് കയറുന്ന കാര്യം പോലും നമ്മൾ ചില സമയത്ത് അറിയുന്നത്. ഇൻസുലേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും നല്ല രീതിയിൽ എഞ്ചിൻ്റെ ആ ഒരു ക്രൗളിങ് അകത്തേക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. മൈലേജ് നോക്കുകയാണെങ്കിൽ 8 to 12 ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഇത്രയും വെയിറ്റ് ഉള്ള ഇതിൻ്റെ പർപ്പസ് നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് മൈലേജ് തന്നെയാണ്. ഓട്ടോമാറ്റിക്കാണ് പ്രിഫേർഡ്. മാനുവൽ എടുക്കുകയാണെങ്കിൽ കുറച്ചധികം എഫേർട്ട് ഇട്ട് വാഹനം ഓടിക്കേണ്ടതായിട്ട് വരും. ഓട്ടോമാറ്റിക് ആകുമ്പോൾ അത്ര എഫേർട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കംഫർട്ടായിട്ട് റിലാക്സ് ആയിട്ട് നമുക്ക് ആ ഒരു ഡ്രൈവിങ്ങിൻ്റെ ആ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ നീഷ് എന്ന് പറയുന്നത് മൾട്ടി യൂട്ടിലിറ്റി അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് ഓറിയൻറ്റഡ് ഉള്ള ആൾക്കാർക്കാണ്. അതായത് റേസിംഗ് ട്രാക്കിലേക്ക് ബൈക്കുകൾ കമ്മ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളൊരു സൈക്ലിസ്റ്റ് ആണ്, നിങ്ങൾ ഗ്രൂപ്പ് ഓഫ് സൈക്ലിസ്റ്റ്, നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് സൈക്കിൾ കമ്മ്യൂട്ട് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ. മറ്റ് ബിസിനസ് പർപ്പസ് ആയിട്ട് സാധനങ്ങൾ കമ്മ്യൂട്ട് ചെയ്യണം. എന്നാൽ ഒരു ലൈഫ് സ്റ്റൈൽ ഒരു 5 ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം വേണം. എന്നാൽ പ്ലസ് നിങ്ങളുടെ ഒരു യൂട്ടിലിറ്റി മീറ്റ് ചെയ്യുന്ന ഒരു ആവശ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഇതിൻ്റെ ഒരു മെയിൻ കോമ്പറ്റീറ്റർ ഇപ്പോൾ ഉള്ളത് ഹൈലക്സ് ആണ്. ഹൈലക്സ് ഏകദേശം 50 ലക്ഷത്തിനടുത്ത് എക്സ്ഷോറൂം വിലയുള്ളൊരു വാഹനമാണ്. ആ വില വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വാഹനം 30-35 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ടോപ്പ് എൻഡ് നമുക്ക് ലഭിക്കും. പ്ലസ് ആ ബാലൻസ് എമൗണ്ട് ഇതിൽ മോഡിഫിക്കേഷനായിട്ട് ഇട്ടാൽ പോലും വെർത്ത് ഓഫ് മണിയാണ് ഈ ഒരു വാഹനം. എന്നാൽ ഈ വാഹനം ലോഞ്ച് സമയത്ത് ഇത് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണെന്ന് തോന്നി. എന്നാൽ ടൊയോട്ട ഇപ്പോൾ ഹൈലക്സ് അവതരിപ്പിച്ചപ്പോൾ ഇതിപ്പോൾ ഒരു വാല്യൂ ഫോർ മണിയായിട്ട് മാർക്കറ്റിൽ മാറിയിട്ടുണ്ട്. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.